ഇത് ചതുരപ്പയർ കൊണ്ട് അവിയലുണ്ടാക്കും കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചേനയും കാരറ്റും ചതുരപ്പയറും മാത്രമാണ്. ഇനി നമുക്ക് ഒരു അരപ്പും കൂടെ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചതുരപ്പയർ അവിയൽ വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് അല്പം മോരും കാശ്മീരി മുളക് പൊടിയും 2 പച്ചമുളക് കീറിയും കൂടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർത്താൽ നമ്മുടെ ചതുരപ്പയർ അവിയൽ റെഡിയാവും. അതും കൂടെ കാണിക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങയും ജീരകവും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി യോജിപ്പിച്ച് അല്പം പച്ചവെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടാൽ നമ്മുടെ ചതുരപ്പയർ അവിയൽ റെഡി. നമുക്ക് കറിവേപ്പിലയും കൂടെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ചതുരപ്പയർ അവിയലൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്.